അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ പറഞ്ഞു വന്നത്, ഈ കുരുവട്ടൂരി കള്ളത്വരീക്കത്തുകാർ സാധാരണക്കാരുടെ ഈമാൻ ഏൽപ്പിക്കാൻ വല്ലാതെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കുരുവട്ടൂരികൾ സുന്നത്തി ജമാഅത്തിന്റെ പണ്ഡിതന്മാരെ തെറ്റിദ്ധരിപ്പിക്കുകയും ബഹുമാനപ്പെട്ട സുന്നത്തി ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്കില്ലാത്ത വാദങ്ങളൊക്കെയും അവരുടെ പേരിൽ വെച്ചുകെട്ടി അങ്ങനെയൊക്കെ അവർ പറയുന്നു എന്ന് ചാർത്തി കൊടുത്തിട്ട് അവരെ സമൂഹത്തിന് മുമ്പിൽ തെറ്റിദ്ധരിപ്പിക്കുകയും എന്നിട്ട് അവരെ ചീത്ത പറയുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉദാഹരണത്തിന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കീശേരിയുടെ അബ്ദുസമ്മദ് മഹാനായ പേരോട് ഉസ്താദിനെ സംബന്ധിച്ച് പറയുന്നതെന്ന് കേട്ടോക്കി. ഇയാൾ ഇങ്ങനെ പിഴക്കാൻ കാരണം എന്താ? ഇയാൾക്ക് മശായിഖന്മാരെ കണ്ടുകൂടാ. അയാളെ ആശയം എന്താ? ഇബ്നു തൈമിയൻ്റെ ആശയം നമ്മൾ പഠിച്ച കിതാബ് മതി, പിന്നെ ഒരു കുത്തുബ് ഔക്കായ പോയമാതിരി മുമ്പുറത്തേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല, വെളിയങ്കോട് ഉമർഖാദി പോയമാതിരി മുമ്പുറത്തേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല, നമ്മൾ പഠിച്ച കിതാബ് നോക്കിയാൽ മതി. അയാൾ പറഞ്ഞോന്ന് കേട്ടോളൂ നിങ്ങൾ. നന്നായി ശ്രദ്ധിച്ചോളുടെ മുസ്ലിമീങ്ങൾ, നല്ല വിവരമുള്ള വെച്ചാൽ ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ച് നല്ല വിവരമുണ്ട് ആലിമീങ്ങളോട് അന്വേഷിച്ച്, എന്നിട്ട് അവരുടെ അംഗീകാരം ഇല്ലെങ്കിൽ ഒരു ഉപ്പാപ്പ എൻ്റെ അടുത്തും പോയില്ലെങ്കിൽ ഒന്നും വരൂല. ഇനി വലിയ മഹാൻ തന്നെയാന്ന് വെക്കുക, എല്ലാ മഹാന്മാരെയും പോയി കാണണമെന്ന് നിർബന്ധമായിട്ടുണ്ട്. നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണാൻ കഴിഞ്ഞില്ല, സഹാബത്തിനെ നമുക്ക് കാണാൻ കഴിയില്ല, മുഹീദ്ദീൻ നമുക്ക് കാണാൻ കഴിയില്ല, ഗസാലി അവനെ കാണാൻ കഴിയില്ല, ഷാഫി അവനെ കാണാൻ പറ്റില്ല. ഇതിനെക്കാളും വലിയ ആരാ ഇവിടെ വരാനുള്ളത്? അതേ സമയത്ത് നമുക്ക് ആരാണ് ആ നബി സല്ലല്ലാഹു അലൈഹി നിങ്ങൾ എന്താ പഠിപ്പിച്ച്, സഹാബത്ത് എന്താ പഠിപ്പിച്ച്, ഇമാമികൾ എന്താ പഠിപ്പിച്ച്, മുഹീദ്ദീൻ ശൈഖ് എന്താ പഠിപ്പിച്ചത്, ഗസാലി ഇമാം എന്താ പഠിപ്പിച്ചത്, നബിമാ എന്താ പഠിപ്പിച്ചത്, അവര് പഠിപ്പിച്ചത് അവര് ജീവിച്ചിരിക്കുന്നത് പോലെ അവരെ കിതാബ് ഇവിടെ ഉണ്ട്. ആ കിതാബിൽ ഉള്ളതിനെതിരായി, ഇമാമിങ്ങൾ പറഞ്ഞതിനെതിരായി അവരാണ് ശരിയായ ഔലിയാക്കള്, ആരിഫീങ്ങൾ, സ്വാലിഹീങ്ങൾ. കണ്ടങ്ങൾ ഇയാളിങ്ങോട്ട് ഹാലളുകയാണ്. ഇയാളോട് ചോദ്യം വന്നതിന് ഫസ്റ്റ് കെട്ടാത് ഏത്? ഇയാൾ മടവൂർ ശൈവനാനെ കണ്ടുകണോ ഇല്ലയെന്ന് ചോദ്യം വന്ന്. ഇയാളെ കാണാനല്ലോ. ഇവ പറയുന്നത് കേട്ടില്ലേ? പച്ച കളവുകളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ ഒന്ന് കളവ്, ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് ആ ക്ലിപ്പിൽ മമ്പറം തങ്ങൾ പാപ്പാന്റെ സമീപത്ത് വെളിയങ്കോട്ട് ഉമർ ഖാദി വന്നതുപോലെ, മമ്മിക്കുട്ടി ഖാദി വന്നതുപോലെ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് പച്ചക്കളവ. അങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞ കുറച്ച് ആൾക്കാരുണ്ട്, അത് ഞാൻ പിന്നെ പറയും. ആരൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്, ആരൊക്കെയാണ് ശരിക്കും വഹാബി എന്നൊക്കെ ഞാൻ പിന്നീട് പറയും, ഈ അവസാനത്ത് പറയാം. അതേ സമയത്ത് ഇദ്ദേഹം പറയുന്നത് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിനെ സംബന്ധിച്ച് പച്ചക്കളവാണ്. പേരോട് ഉസ്താദ് എന്താ പറഞ്ഞത്? മഹാന്മാരാകുന്ന അയിമ്മത്തുകൾ, ബഹുമാനപ്പെട്ട ഇമാം ഷാഫി തങ്ങൾ, ബഹുമാനപ്പെട്ട നബവി ഇമാമിനെ പോലുള്ള, ഇമാം ഖസാലി തങ്ങളെ പോലുള്ള വലിയ വലിയ മശായിഖന്മാർ അവരോട് എഴുതി വെച്ചതായ പ്രമാണങ്ങൾ നോക്കി ജീവിക്കലാണ് ഖൈർ. ഈ നൂറ്റാണ്ടിൽ ഒരുപാട് വ്യാജ ത്വരീഖത്തിന്റെ ആളുകൾ വ്യാജ ശൈഖന്മാരാണ്, വ്യാജ വലിയകൾ. ഇവരെ അറിയാൻ കഴിയൂല വ്യാജാണോ അല്ലേ എന്നുള്ളത്. പച്ചൊല്ലി ഇട്ടുകാണ്ട് ഏതെങ്കിലുമൊക്കെ മക്ബറിന്റെ സമീപത്തേക്ക് കറാമത്തും പറഞ്ഞു വരുമ്പോൾ സാധാരണക്കാരായ ആളുകൾക്ക് പലപ്പോഴും ഇവരുടെ കാപ്പട്ടി മനസ്സിലാക്കാൻ കഴിയൂല. അങ്ങനെ അതിൽ ചെന്ന് ചാടി വെക്കും. 10 കൊല്ലത്തോളം അവർ കൊടുക്കുന്ന എല്ലാ അൽക്കുൽക്കലും പെട്ടിട്ട് 10 കൊല്ലത്തിനും 20 കൊല്ലത്തിന് ശേഷമായിരിക്കും കള്ളനാന്ന് ബോധ്യപ്പെടുക. ഇതിനെ സംബന്ധിച്ചാണ് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് പറഞ്ഞത്, ശരിയായ മശായിഖന്മാരെ സംബന്ധിച്ചല്ല. കാരണം സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പണ്ഡിതന്മാർ ഏർവാടിയിലും ഉള്ളാളിലും അജ്മീറിലും നാഗൂറിലും ഒക്കെ സിയാറത്ത് ചെയ്യുന്നവരാണ്. അതുപോലെ കാസർഗോഡ് ഉപ്ല മാലിക് ദിനാർ തങ്ങളുടെ മക്ബറ മുതൽ ഭീമാ പള്ളിയിൽ വരെ, ഭീമാ ബോക്കർ മുസ്ലിയാര മക്ബറ വരെയുള്ള സർവ മക്ബറയിലും സിയാറത്ത് ചെയ്യുന്നവരാണ് അല്ലേ. ഉള്ളാൾ സയ്യിദ് ഷരീഫുൽ മദനി തങ്ങളടക്കമുള്ള അമൃതങ്ങൾ പാപ്പ, ഇപ്പോൾ കോയപ്പാപ്പാന്റെ മക്ബറയിലടക്കം സിയാറത്ത് ചെയ്യുന്നവരാണ് സുന്നികൾ. അങ്ങനത്തെ സുന്നി പണ്ഡിതന്മാരെ പറ്റിയാണ് ഈ പമ്പേസ് മൂല ആരോപണം പറയുന്നത്. ഷെയ്ഖന്മാരെ യാതൊരു ബന്ധമില്ലാന്ന് നമുക്ക് പറയാൻ പറ്റിയതുപോലെ ഷെയ്ഖന്മാരെ പരമ്പര പറയാൻ ഒരു പമ്പേസിനും കഴിയില്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നൗഷാദ് പറയുന്നത് എന്താണെന്ന് കേട്ടോക്കി. ഒരാൾ വലിയാണെന്ന് കേൾക്കുമ്പോഴേക്ക്
അതിന്റെ പിന്നിൽ പോകാൻ വേണ്ടി ആര് പോകണ്ട. ആരാ പറഞ്ഞത്? സാക്ഷാൽ നൗഷാദ്. എപ്പോ? നമ്മള് സംഘടനയിൽ നിൽക്കുന്ന സമയത്ത് പറഞ്ഞതല്ല. അയാൾ പറയുന്നതിന്റെ ക്ലിപ്പിന്റെ ബാക്കിൽ നോക്കുക. ആദർശ മുന്നേറ്റം, ആമാശയ മുന്നേറ്റം. 2013 അയാളെ പിടിച്ച് ഇലയും കൂട്ടി പിടിച്ച് പുറത്ത് കിട്ടതിന് ശേഷം ഷെയ്ഖിന്റെ തെർബിയത്തിലായി മൈക്കയായി സംസാരിക്കുന്ന സമയത്തും ഇയാള് പറഞ്ഞത് ഒരാള് വലിയാന്ന് കേൾക്കുമ്പോഴേക്ക് അവിടെ പോയി പോകണ്ടാന്ന്. ആരാ പറഞ്ഞത്? സാക്ഷാൽ അബ്ദുൽ നൗഷാദ് പറഞ്ഞു. അബ്ദുൽ നൗഷാദ് അത് മാത്രാണോ? അബ്ദുൽ നൗഷാദ് ഒന്നുകൂടി പറഞ്ഞിട്ടുണ്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ട്. ഏതെങ്കിലും ഒരാൾ കുത്തുബുസമാന എന്ന് പറഞ്ഞാൽ അയാളെ പിന്നിൽ പോകണമെന്നോ അതൊന്നും ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. അത് ശരി. ഏതെങ്കിലും ഒരാൾ കുത്തുബ് സമാനാണ് എന്ന് പറഞ്ഞാൽ ആരാ ഈ കുത്തുബ്? ഈ കാലഘട്ടത്തിന്റെ കുത്തുബ് എന്ന് പറയുമ്പോൾ അതൊരാളൊരു മഹാൻ വന്നിട്ട് പറയാണ് ഞാൻ കുത്തുബ എന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നാലെ പോകേണ്ടതില്ല എന്ന് യാതൊരു ഉളുപ്പും കഥയില്ലാതെ പറഞ്ഞിട്ടുണ്ട് ഈ നൗഷാദ്. പറയൂ, ആരാണ് വഹാബിയത്തിലേക്ക് ആളെ കൊണ്ടുപോകുന്നത്? ഇവൻ പറയും അത് ചക്കര, പേരൊടുത്ത പറയുമ്പോൾ കൊപ്പര. ഏത് നയമാണത്? ഇവനത് പറഞ്ഞിട്ടുണ്ട്. നമ്മളെ ഇടയിൽ എന്തെങ്കിലും പറഞ്ഞിട്ട് രക്ഷപ്പെടാമെന്ന് ഒരു തെറിയൂരും കരുതണ്ട, ഒരു അത്വസമാധാനവാരും കരുതണ്ട. ഇടിച്ചു കെട്ട് തന്നെ ചെയ്യും. കാരണം നിങ്ങൾക്കുള്ള മറുപടി നിങ്ങൾ തന്നെ മുമ്പ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. മാത്രമല്ല നിങ്ങളുടെ ആശാൻ കാട്ടുവളപ്പിൽ നൗഷാദ് തന്നെ പറയുന്നത് കേട്ടു നോക്കി. എല്ലാ ത്വരീഖത്തുക്കും നമ്മൾ ചേരണമെന്നൊന്നുമില്ല. ത്വരീഖത്ത് സ്വീകരിക്കലും നിർബന്ധമല്ല. അത് ആത്മദായികളായി അത് വേണമെന്ന് തോന്നുന്ന ആളുകൾക്ക് സ്വകാര്യമായി സ്വീകരിക്കേണ്ട ഒന്നാണ്. പരസ്യമായി നമ്മളെല്ലാവരും ത്വരീഖത്തിലേക്ക് മൈക്ക് കെട്ടി സമ്മേളനം കെട്ടി വിളിക്കേണ്ട ഒന്നല്ല ത്വരീഖത്തും തസവുഫും. അത് അതിൻ്റെതായ ആളുകൾ ചെയ്യേണ്ടതാണ്. പരസ്യമായുള്ളത് ഇംതിസാലു അവാമിരി വജിത്തിനാബു നവാഹിഹി എന്ന് പറഞ്ഞ ആ ശരീഅത്തിന്റെ നിയമങ്ങളാണ്. നല്ല കാര്യങ്ങളെ കൊണ്ട് കൽപ്പിക്കുകയും അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളൊക്കെ ചെയ്യുകയും അള്ളാഹു സുബ്ഹാനഹു വ തആല നിരോധിച്ചതിനെ വിടുകയും ചെയ്യുന്ന അതാണല്ലോ ശരീഅത്ത്. അതാണ് എല്ലാ മനുഷ്യന്മാർക്കും ബാധകമെന്ന് ഈ നൗഷാദ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി പറയൂ, ഇത് പറയുന്ന ആളുകളൊക്കെ വഹാബി ആണെങ്കിൽ ആരായിരിക്കും 1-ാം ക്ലാസ് വഹാബി? നൗഷാദ് അല്ലേ? നൗഷാദ് അത് മാത്രമാണോ പറഞ്ഞിട്ടുള്ളത്? നൗഷാദ് പറഞ്ഞതൊന്നും കൂടി കേൾക്കൂ അളിയൻ സമതേ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് സഹോദരങ്ങളെ, ഈ ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ അതൊരു ലഘുവായി നമ്മൾ കണ്ടിട്ട് കണ്ടീന്റെ പിന്നിലൊക്കെ പോയി ചാടണ്ട. ഏതെങ്കിലുമൊക്കെ കാട്ടുകള്ളന്മാരെ പിന്നാലെ പോയി കണ്ട് ഏതെങ്കിലുമൊക്കെ കാട്ടുകള്ളന്മാർ ഈ പറഞ്ഞ ഗ്ലോബൽ തണ്ട് KC അബ്ദുള്ളയെ പോലുള്ള, അതല്ലെങ്കിൽ യൂസുഫ് സുൽത്താനെ പോലുള്ള, അതല്ലെങ്കിൽ ഷംസിയ നൂരിഷ എന്നൊക്കെ പറഞ്ഞ പല പേരിൽ അറിയപ്പെടുന്ന കാട്ടുകള്ളന്മാർ അവരെ ചെന്ന് ചാടേണ്ടതില്ല. കാരണം നമ്മളത് ഹക്കീക്കായ ത്വരീഖത്ത എന്ന് മനസ്സിലാക്കി കുറെ കാലം നിൽക്കുമ്പോൾ പിന്നെ ആയിരിക്കും അവരുടെ പൂച്ച് പുറത്തു ചാടുന്നതും അവർ കള്ളരാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നതും. അങ്ങനെ വന്നാൽ നമുക്ക് അത്രയും കാലത്തെ ആയുസ് വെറുതെ പോകും എന്ന് ആര് പറഞ്ഞു? നൗഷാദ് തന്നെ പറയുന്നുണ്ട്. ത്വരീഖത്തിന്റെ ശൈഖിനെ നോക്കി നിങ്ങൾ പോകുമ്പോഴേക്ക് കാലം കഴിഞ്ഞു പോകും. കണ്ടോ? ശരിയായ ഷെയ്ഖിനെ തേടി കണ്ടുപിടിച്ച് കുറച്ചു കാലം അങ്ങനെ നിൽക്കുമ്പോഴാണ് അത് ശരിയല്ല എന്ന് തോന്നുക. അങ്ങനെ ശരീഅത്തിന്റെ നിയമങ്ങളൊന്നും പാലിക്കപ്പെടാതെ ത്വരീഖത്തിന്റെ ഷെയ്ഖിനെ തേടി നിങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നിശ്ചയിച്ച ഇത്രയും വർഷത്തെ ഈ ആയുസ് തീർന്നു പോകും. അമലുകളൊന്നുമില്ലാതെ ആഖിറത്തിൽ അല്ലാഹുവിനെ കാണേണ്ട ദുരവസ്ഥ നിങ്ങൾക്ക് വരുമെന്ന് ആദർശ മുന്നേറ്റത്തിന്റെ തുടക്ക കാലഘട്ടത്തിൽ നൗഷാദ് ഒതുക്കങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നൗഷാദ് സാക്ഷാൽ അബ്ദുൽ നൗഷാദ് എന്ന് പറയുന്ന ആളുടെ സംസാരമാണിത്. ഇങ്ങനത്തെ ഒന്ന് വരുമ്പോ എന്താണ് ഉണ്ടാകുക? അപ്പൊ ഇതന്നെയല്ലേ പേരുസ്താദും പറഞ്ഞിട്ടുള്ളത്? ഇത് തന്നെയല്ലേ കുമരം മുസ്തൂർ അലി ഉസ്താദ് പറഞ്ഞിട്ടുള്ളത്? ഇതന്നെയല്ലേ ബഹുമാനപ്പെട്ട കുറ്റിപ്പുറ ഉസ്താദും പറഞ്ഞത്? ഇതന്നെയല്ലേ 40-40-80 മുഷാവറ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾക്ക് പറയുമ്പോ കൊപ്പര, വേറുള്ളവർ പറയുമ്പോ ചക്കര എന്നുള്ള ഒരു തീരുമാനം നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി? വ്യാജ ഷെയ്ഖന്മാരെ സമീപത്ത് വ്യാജ ഷെയ്ഖന്മാർ സുലഭമായത് കൊണ്ട് ഇനി ശരിയായതിനെ പോലും നിങ്ങൾ സ്വീകരിക്കാതെ കുറച്ച് കഴിയുമ്പോഴാണ് അത് വ്യാജമാരാന്ന് ബോധ്യപ്പെടുന്ന സമയത്ത് പിന്നെ ആകെ ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് നിങ്ങൾ അതിന് പോകണ്ടെന്ന് സാക്ഷാൽ നൗഷാദ് പറഞ്ഞിട്ടുണ്ട്. ആയുസ് പറയുന്നത് ഇങ്ങനെ പറയുന്ന ആളുകളെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് പറഞ്ഞപ്പോ, ബഹുമാനപ്പെട്ട പകർ ഉസ്താദ് പറഞ്ഞപ്പോ ഈ നൗഷാദും ടീമും ഇപ്പൊ പറയുന്നത് എന്താണ്? ഞങ്ങളൊന്നും പറയുന്നില്ല. നമ്മൾ പറഞ്ഞത് അയാൾ പറഞ്ഞത് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസമല്ല,
സുന്നികൾ അയാളുടെ ആ പിഴച്ച ശബ്ദം കേട്ട് ആ നാക്ക് കേട്ടിട്ട് വഞ്ചിതരായി പോകരുത്. അയാളെ ഗൗരവമായി കാണണം. അയാൾ ബിദ്അത്തിനോട് അടുക്കുന്നുണ്ട്, അത് പറയാതിരിക്കില്ല. അത് ഇജ്ജ് പറഞ്ഞു, അത് പറയണല്ലോ, അതെന്റെ ഡ്യൂട്ടിയല്ലേ. കള്ളത്തൊരീക്കത്തിലേക്ക് മെമ്പർഷിപ്പ് എടുക്കരുത് എന്നും വ്യാജ ശരീഅത്തില്ലാത്ത റമദാൻ മാസം നട്ടുച്ച നേരത്ത് കോഴി ബിരിയാണി തിന്നുന്ന നിസ്കരിക്കാത്ത ആളുകളെ അവലംബമാക്കരുത് എന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുമ്പും ബഹുമാനപ്പെട്ട അയിമ്മത്ത് ഇവിടെ പഠിപ്പിച്ചതാണ്. അല്ലേ? ഇത് പറയുന്ന ആളുകളൊക്കെ വെല്ലെ വെല്ലെ വഹാബിയത്തിലേക്ക് പോകുന്നതാണ് അബ്ദുസമദ് പമ്പേസ് മൗല പറയുന്നത്. പമ്പേസ് മൗല ഇത് പറയുമ്പോ സാക്ഷാൽ കാട്ടുവളപ്പിൽ അബ്ദുൽ നൗഷാദ് അവിടെ നിർത്തുന്നില്ല. അബ്ദുൽ നൗഷാദ് പറയുന്നത് നമുക്കൊന്ന് കേട്ടോക്കാം. ഇപ്പോൾ നിങ്ങൾ ഉള്ളത് അടിമുടി മാറി സാക്ഷാൽ വഹാബിയായി മാറി. സത്യത്തിൽ ഈ സാക്ഷാൽ വഹാബിയായി മാറിയിട്ടുള്ളത് നൗഷാദാണ്. നൗഷാദാ പറഞ്ഞത് ഇവിടെ കുത്തുബുസ്സമാൻ എന്ന് പറഞ്ഞ ആളുകൾ വന്നിട്ടുണ്ടെങ്കിലും അവർ അവലംബാക്കാൻ പറ്റൂല. അതുപോലെ ഷെയ്ഖ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും വലിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ത്വരീഖത്തിന്റെ മശായിഖന്മാരെ തേടി നിങ്ങൾ നടക്കണ്ട എന്ന് സാക്ഷാൽ അബ്ദുൽ നൗഷാദ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അബ്ദുൽ നൗഷാദ് പറഞ്ഞ ഈ മാനദണ്ഡ പ്രകാരം ഒന്നാമത്തെ വഹാബി, അടിമുടി മാറിയ വഹാബി സാക്ഷാൽ നൗഷാദ് ആകുന്നു. ഓനൊരു വഹാബി മാത്രമല്ല, ഓനൊരു സിന്ദീഖ് കൂടിയാകുന്നു. ഇത് രണ്ടും കൂടി സമ്മിശ്രമായ ഒരു രൂപമുണ്ടെങ്കിൽ അതാണ് കുരുവട്ടൂരിസം. അവർ കൂടിയത് തന്നെ പൈസ ഉണ്ടാക്കാനാ. ലുബാവ മീഡിയ എന്ന് പറയുന്ന മീഡിയയിലൂടെ അത് സമൂഹത്തിലെ ചിത്രതയുണ്ടാക്കി പൈസ സമ്പാദിക്കുക എന്ന ഉദ്ദേശത്തിലാണ് കാട്ടുവളപ്പിൽ നൗഷാദും നൗഷാദിന്റെ ഗുരു എന്ന് അവകാശപ്പെടുന്ന കാട്ടുകോഴി KC അബ്ദുള്ള എന്ന് പറയുന്ന ഒരുത്തനും കൂടെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അതിനെ ആരൊക്കെ തടയിടാൻ നോക്കുന്നോ അവരൊക്കെ അല്ലാഹുവിലും മുകളിലുമാണെന്ന് പറഞ്ഞ് ഫത്വ കൊടുത്തുകൊണ്ടിരിക്കുക, മുബത്തദാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പണ്ഡിതന്മാരൊക്കെയും വഹാബികളാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. സത്യത്തിൽ നൗഷാദ് മൗലവിയും KM മൗലവിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ. നൗഷാദ് മൗലവി ഓതുന്നത് മൊത്തവും കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലുള്ള കള്ളക്കറാമത്തുകളായിരിക്കും. കള്ളക്കറാമത്തുകൾ ഷിയായിക്കൾ പറയുന്നത് പോലെ ഷിയായിസത്തിന്റെ മറ്റൊരു രൂപമായിട്ടുള്ളത്. KM മൗലവി പറഞ്ഞതൊക്കെ മുഹമ്മദ് അബ്ദുലിന്റെയും അതുപോലെ ഇബ്നു തൈമിയുടെയും ഇബ്നു ബാസിന്റെയും ഒക്കെ അവരുടെ തൊള്ളയിലൂടെ വന്നതായ വഹാബി ആശയങ്ങളും രണ്ടും പറയുന്നത് തുല്യമാണ്. ഒന്ന് ആത്മീയതയിൽ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഖുറാഫാത്തുകളും മറ്റൊന്ന് ആത്മീയത തീരെ തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത വഹാബിയത്തും. വഹാബിയത്താണെങ്കിലും അതുപോലെ തന്നെ ഈ പറഞ്ഞ കള്ളത്തരീഖത്തുകളാണെങ്കിലും സുന്നികളെ സംബന്ധിച്ചിടത്തോളം ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങളാണ്. രണ്ടിനോടും സമദൂര സിദ്ധാന്തം പാലിച്ചാലേ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊണ്ട് അമ്പിയാക്കന്മാരോടും ഔലിയാക്കന്മാരോടും പ്രിയം വെക്കുന്നവരായിക്കൊണ്ട് ഇസ്തിഹാസ ചെയ്തുകൊണ്ട് തവസ്സുൽ ചെയ്തുകൊണ്ട് തവജ്ജുഹ് ചെയ്തുകൊണ്ട് മുഅ്മിനീങ്ങളായ ഇമാമുമാരൊക്കെ വഫാത്തായതുപോലെ നല്ലൊരു ഹുസ്നുൽ ഖാത്തിമത്ത് ഉണ്ടാകാൻ സാധിക്കുകയുള്ളൂ. അല്ലാതിരുന്നാൽ ഇബ്നു ശക്കയുടെ ബൽഹാം ഇബ്നു ബൗറായിന്റെയും ഒക്കെ ആവർത്തനങ്ങളായി നമുക്കും മതപതിക്കേണ്ടി വരുമെന്ന് വിനയത്തോടു കൂടി ഉണർത്തുകയാണ്.